നമ്മളൊരു ഡിവൈസ് വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഓരോ കമ്പനിയുടെ ഓരോ സാധനങ്ങളാണ്, ഇപ്പോൾ മൊബൈൽ ഫോൺ ആയാലും ശരി, എന്ത് സാധനങ്ങളായാലും ശരി, ആ കമ്പനി അതിൻ്റെ പുതിയ ഓരോ ഫീച്ചേഴ്സ് ഇറക്കുന്ന സമയത്ത് നമുക്ക് ഫേംവെയർ അപ്ഡേഷൻ നോട്ടിഫിക്കേഷൻ വരും. അപ്പം ഈ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ RC2 DJIൻ്റെ Mini 4 Pro ഡ്രോണും ഇത് രണ്ടിൻ്റെയും ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. വെൽക്കം ടു ദ ചാനൽ ദ മാൻ വിത്ത് തേർഡ് ഐ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ഭാഗം നമ്മുടെ ലാസ്റ്റ് വീഡിയോയിലുള്ളതാണ്. ആ ലാസ്റ്റ് വീഡിയോയുടെ അവസാന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുവരെയായിരുന്നു നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ചെയ്തു നിന്നത് അതിൻ്റെ ആക്ടിവേഷൻ. അപ്പം ഇതേ സ്ക്രീനിൽ തന്നെയാണ് നിങ്ങൾക്ക് വീണ്ടും ഫേംവെയർ അപ്ഡേറ്റിൻ്റെ ഓപ്ഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് വീണ്ടും ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫേംവെയർ അപ്ഡേറ്റിലേക്ക് കിടക്കാം. അതായത് നമുക്ക് ഇതിൻ്റെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാനുണ്ട് ഇനി. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ എന്നുള്ളൊരു ബട്ടൺ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. ഇത് നമ്മൾ കണക്ട് ചെയ്ത ഉടനെ തന്നെ ഇത് ഫേംവെയർ അപ്ഡേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു പോപ്പപ്പ് വരും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അത് അവിടെ ഡൗൺലോഡിങ് നടക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ ഡൗൺലോഡിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഡൗൺലോഡിങ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ ഏകദേശം ഒരു 1.5-2 മണിക്കൂറോളം സമയം എടുത്തു കേട്ടോ. ഇതിൻ്റെ RC2 അതിൻ്റെ അപ്ഡേഷൻ ഡൗൺലോഡിങ് നടക്കാൻ. അപ്പോൾ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ ഇത് അപ്ഡേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം അതിൽ കാണിക്കുന്ന അപ്ഡേറ്റ് ടേക്സ് അറൗണ്ട് 2 മിനിറ്റാണ് കാണിക്കുന്നത്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വീണ്ടും RC2 റീസ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം ഏകദേശം അപ്ഡേഷൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. അത് ഓണായി വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം അത് അപ്ഡേഷൻ കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, അപ്പം അതിൻ്റെ ഫ്ലൈ ആപ്പ് അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് ചെക്കൗട്ട് വേർ ടു ഫ്ലൈ ലേൺ നെക്സ്റ്റ്. അപ്പോൾ ഇങ്ങനെ ഇത് നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരും ഓരോരോ ഇത്. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ടുള്ള ഫോളോ ഇൻസ്ട്രക്ഷൻ ടു കണക്ട് ഫ്ലൈ എയർക്രാഫ്റ്റ്. ഓക്കെ, ഇപ്പം നമ്മുടെ RC2ൻ്റെ അപ്ഡേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ പ്രൊഫൈലിൽ സെറ്റിങ്സിൽ ചെക്ക് ഫോർ ഫേംവെയർ അപ്ഡേറ്റ്സ് ഉണ്ട്, ചെക്ക് ഫോർ ഫ്ലൈ സേഫ് ഡാറ്റാബേസ് അപ്ഡേറ്റ് ഉണ്ട്, ചെക്ക് ഫോർ ഫേംവെയർ അപ്ഡേറ്റ് നമുക്കൊന്ന് കൊടുത്തു നോക്കാം. യുവർ ഫേംവെയർ ഈസ് അപ് ടു ഡേറ്റ്. പിന്നെ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇത് രണ്ടും അപ്ഡേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ ആക്ടിവേഷൻ ഉണ്ട്. ആ ബാറ്ററി പാക്ക് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇനിയിപ്പം ആ ഡ്രോണിൽ നിന്ന് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ബാറ്ററി ഉണ്ടല്ലോ അത് അഴിച്ചെടുത്തിട്ട് നമ്മൾ രണ്ടാമത്തെ ബാറ്ററി അതിൻ്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും ആ ബാറ്ററി പാക്കിൻ്റെ അപ്ഡേഷൻ കാണിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ ഈ ബാറ്ററി നമ്മൾ അഴിച്ചെടുക്കുകയാണ്. അഴിച്ചെടുത്തിട്ട്
നമ്മൾ വേറൊരു ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മെയിൻ സ്ക്രീനിലേക്ക് വന്നു. ഫേംവെയർ അപ്ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്, കണ്ടോ? ബാറ്ററി പാക്കിൻ്റെ ഇപ്പം നമ്മൾ ഇൻസേർട്ട് ചെയ്ത ബാറ്ററി ഇല്ലേ, ആ ബാറ്ററിയുടെ അപ്ഡേഷൻ കാണിക്കുന്നുണ്ട്. ഞാൻ അപ്ഡേഷൻ കൊടുക്കുകയാണ്. അപ്പം ഈ ഫേംവെയർ ഇപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോണിൻ്റെ പവർ ഓഫായി ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ അത് ഹോം സ്ക്രീനിലേക്ക് വന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിലുള്ള ഇപ്പോൾ ഉള്ള ഈ ബാറ്ററി നമ്മൾ അഴിച്ചെടുത്തിട്ട് ബാറ്ററി അഴിച്ചു മാറ്റിയിട്ട് നെക്സ്റ്റ് ബാറ്ററി നമ്മൾ ഇൻസേർട്ട് ചെയ്യുകയാണ്. ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് സിംഗിൾ പ്രസ് ദെൻ ലോങ് പ്രസ്. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ടായി. അപ്പം ഇനി ഇവിടെ നമുക്ക് വീണ്ടും ഫ്ലൈ സേഫ് റിക്വയർസ് അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വീണ്ടും നമുക്ക് അപ്ഡേഷൻ കൊടുക്കാം. അങ്ങനെ നിങ്ങൾ ഈ ഇതിൽ കാണിക്കുന്ന എല്ലാ അപ്ഡേഷനും കംപ്ലീറ്റ് ഫിനിഷ് ആവണം കേട്ടോ. കാരണം നിങ്ങൾ ഫസ്റ്റ് ഫ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഇങ്ങനെ വരുന്ന എല്ലാ അപ്ഡേഷനും കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഫ്ലൈ ചെയ്യിക്കാവൂ. കാരണം നമ്മുടെ ഈ ബാറ്ററി പാക്കിലുള്ള ഈ 3 ബാറ്ററിയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം, അത് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഓരോ ബാറ്ററി നിങ്ങൾ മാറി മാറി ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ അപ്ഡേഷൻ കാണിക്കും. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ മുന്നേയുള്ള ചെയ്ത ബാറ്ററി ഇല്ലേ, അത് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും അത് ഇനി അപ്ഡേഷൻ ബാക്കിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കാരണം അതിനകത്ത് നോ അപ്ഡേറ്റ്സ് കാണിക്കും. ഇപ്പം ഫ്ലൈ സേഫ് ഡാറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഫേംവെയർ അപ്ഡേറ്റ് ഇപ്പം നമ്മൾ മൂന്നാമത് ഇൻസേർട്ട് ചെയ്ത ബാറ്ററി ഇല്ലേ, അതിൻ്റെ അപ്ഡേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം അപ്ഡേറ്റ് ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ ഇത് കാണാം, അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണാം. എയർക്രാഫ്റ്റ് ഫേംവെയർ അപ്ഡേറ്റ് സക്സസ്ഫുൾ. അപ്പോൾ നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സക്സസ്ഫുള്ളായി. അത് ക്ലോസ് ചെയ്യാം. ഇനി നമ്മളിപ്പം നമ്മുടെ ഡ്രോണ് ഓഫായിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഈ ബാറ്ററി നമുക്ക് ഇങ്ങോട്ട് അഴിച്ചെടുക്കാം. ഈ ബാറ്ററി അഴിച്ചെടുത്തു. ഈ ബാറ്ററി അഴിച്ചെടുത്ത് നമ്മൾ ഫസ്റ്റ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ആ ബാറ്ററി ഇല്ലേ, അത് നമുക്കൊന്നുകൂടി ഇൻസേർട്ട് ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കാം ഇനി ആ ബാറ്ററി അപ്ഡേഷൻ നടന്നിട്ടുണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി ആ ബാറ്ററി ഇട്ടിട്ടായിരുന്നു അപ്ഡേഷൻ കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇത് കണക്റ്റ് ആവുന്ന സമയത്ത് ആ ബാറ്ററിയുടെ അപ്ഡേഷൻ പെൻഡിങ് ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. ഇപ്പം വേറെ അപ്ഡേഷനൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ഈ എല്ലാ ബാറ്ററി പാക്കും നമ്മുടെ RC2, നമ്മളെ DJI Mini 4 Pro എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ബൈ.